ഹലോ ചാനലിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ട് 2012 മോഡലൊരു വെസ്പയായിട്ടാണ്. അപ്പോൾ ഈ വെസ്പ ചിലപ്പോൾ ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടാവും, ഒരു വർഷം മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു വെസ്പയുടെ റിവ്യൂ ആയിട്ട്. അപ്പോൾ ആ വെഹിക്കിൾ മൊത്തം റീസ്റ്റോർ ചെയ്താണ് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങളും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയണത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് മൊത്തം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റീസ്റ്റോർ ചെയ്താണ്. അപ്പോൾ വാഹനം മൊത്തത്തിൽ കാണിച്ചു കേട്ടോ. അതായത് ഇതിൽ ഡാമേജ് ആയ പാർട്സുകൾ മാക്സിമം നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതുപോലെ ചില സാധനം കിട്ടാത്തതുണ്ട്. വെസ്പയുടെ സ്പെയർ പാർട്സിൻ്റെ അവൈലബിലിറ്റി അറിയുന്നവർക്ക് ചില സാധനങ്ങൾ കിട്ടാത്തതുണ്ട്. അപ്പോൾ അത് മാത്രം നിലനിർത്തിയിട്ട് ബാക്കി മാക്സിമം സാധനങ്ങൾ മാറ്റിയിട്ട് ഉഷാറാക്കിയിട്ട് നമ്മൾ റീസ്റ്റോർ ചെയ്ത് ഫുൾ പെയിൻറ്റ് ചെയ്താണ്, ഫുൾ സ്ട്രിപ്പ് ചെയ്ത് പെയിൻറ്റ് ചെയ്താണ്. അപ്പോൾ ജസ്റ്റ് വാഹനം മൊത്തം കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ സൈഡിൽ നിന്നുള്ള ലുക്ക് കാര്യങ്ങൾ ഈ രീതിയിലാണ്. ഇത് ചെറിയൊരു ഇതുണ്ടാവും, ഒരു ഏരിയ അത്യാവശ്യം ഇലകളും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയയാണ്. അപ്പോൾ അതിൻ്റെ സൗണ്ടിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ലെവലിലാണ് വാഹനം മൊത്തത്തിൽ വരുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം അത് വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, പക്കയാക്കിയിട്ട് തന്നെ. അതായത് ആ സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ നമ്മൾ റീസ്റ്റോർ ചെയ്ത് എടുത്താണ്. അപ്പോൾ ഇതിൻ്റെ സ്പെയർ പാർട്സിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കോസ്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ വാഹനം ക്ലീൻ ഈ രീതിക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ തുടങ്ങാം. അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ ഏതൊരു വെഹിക്കിൾ ഞാൻ റീസ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിലും അതിൻ്റെ ഹെഡ്ലൈറ്റ് എന്തായാലും ഞാൻ റീപ്ലേസ് ചെയ്യും. ചെറിയൊരു മങ്ങലുണ്ടെങ്കിൽ പോലും ഹെഡ്ലൈറ്റാണ് നമ്മൾ ആദ്യം വിസിബിൾ ആവുന്ന സാധനം. അത് ചെറിയൊരു മങ്ങലുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ മൊത്തം ടോട്ടൽ ലുക്കിനെ അത് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ആദ്യം തന്നെ ഹെഡ്ലൈറ്റ് റീപ്ലേസ് ചെയ്തിട്ടോ. അപ്പോൾ ഹെഡ്ലൈറ്റ് പുതിയതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഹെഡ്ലൈറ്റ് റീപ്ലേസ് ചെയ്തു. അതുപോലെ ഇതിന് ഫ്രണ്ടിൽ വേറെ കാര്യമായിട്ടൊന്ന് റീപ്ലേസ് ചെയ്തു. പുതിയ നമ്പർ പ്ലേറ്റ് വെച്ചു. നമ്പർ പ്ലേറ്റ് അതുപോലെ വലിയൊരു ഘടകം തന്നെ കേട്ടോ. അതായത് ഒരു വാഹനം ഏത് വാഹനമായിക്കോട്ടെ റീസ്റ്റോർ ചെയ്യുമ്പോൾ നമ്പർ പ്ലേറ്റ് വൃത്തികേടാണെന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ ടോട്ടൽ ലുക്കിനെ നല്ല രീതിയിൽ ബാധിക്കും. അതായത് ഹെഡ്ലൈറ്റ് നമ്പർ പ്ലേറ്റൊക്കെയാണ് മിറർ, ഈ സാധനങ്ങളൊക്കെയാണ് ആദ്യം എടുത്ത് കാണുക നമ്മുടെ വാഹനത്തിൽ. എത്ര അടിപൊളിയായിട്ട് പെയിൻറ്റ് ചെയ്തെങ്കിലും ഈ സാധനങ്ങൾ എന്താ പറയുക, ഇപ്പോൾ കുറച്ച് അലമ്പാണെന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ ടോട്ടൽ ലുക്കിനെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ആ സാധനങ്ങളൊക്കെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഫ്രണ്ടിൽ നമ്മൾ മൊത്തം സ്കിപ്പ് ചെയ്തിട്ട് ഇതിന് ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല. വലിയ ഡാമേജ് എന്ന് പറയാനുള്ള മാത്രം ഡാമേജ് ഒന്നുമില്ല, ചെറുതായിട്ട് ഫെയ്ഡ് ആയിട്ടുണ്ട്. പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കാണാൻ നല്ല രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് റീപ്ലേസ് ചെയ്തതൊന്നുമില്ല. അപ്പോൾ ഈ രീതിയിൽ നമ്മളത് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഇവിടെ ഒരു ബീഡിങ് ഉണ്ടല്ലോ, ഈ ഒരു ക്രോം പോലത്തെ ഈ ബീഡിങ് നമ്മൾ രണ്ട് സൈഡും റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം അലമ്പായിരുന്നു. അപ്പോൾ അതും റീപ്ലേസ് ചെയ്ത് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ബോഡി ഫുൾ അഴിച്ച ടൈമിലൊക്കെ ആയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തികേടായിരുന്നു. അപ്പോൾ അത് നമ്മൾ റീപ്ലേസ് ചെയ്തപ്പോൾ ഈ ഒരു ഒതുക്കം കിട്ടി. അതുപോലെ വെസ്പയുടെ ബാഡ്ജിങ് നമ്മൾ പുതിയ വെച്ചിട്ടോ. ഈ വെസ്പ എന്നുള്ള ബാഡ്ജിങ്ങും കാര്യങ്ങളും പുതിയത് വെച്ചു. പിന്നെ മിറർ കാര്യങ്ങൾ റീപ്ലേസ് ചെയ്തിട്ടൊന്നുമില്ല. മിററൊക്കെ ആ ഒരു പഴയ മിറർ തന്നെയാണ് ഇതിലും യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സൈഡിലെ ലുക്കും കാര്യങ്ങളും ഈ രീതിക്കാണ് കേട്ടോ. അപ്പോൾ സൈഡിൽ നമ്മൾ കാര്യമായിട്ടൊന്നും മാറ്റങ്ങൾ വരുത്തിയിട്ടൊന്നുമില്ല. ഇതിൽ ചെറിയ ചെറിയ കംപ്ലയിൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ഗ്ലോ ബോക്സ് തുറക്കാത്ത പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലോക്ക് കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്ത്, അതൊക്കെ ചെറിയ ചെറിയ പൈസയുള്ളൂ. അതുപോലെ നമ്മൾ ഇതിന് കിട്ടാത്തൊരു സാധനം, നമുക്ക് റിസോർട്ട് ടൈമിൽ കിട്ടാത്തൊരു മീറ്റർ കൺസോൾ വന്നിട്ടുണ്ട്. ആകെ ബോറാണ് സത്യം പറഞ്ഞാൽ. ഇത് നമ്മൾ മാറ്റാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാധനം എത്തിക്കഴിഞ്ഞാൽ ഇത് മാറും. അപ്പോൾ തൽക്കാലം കയറ്റിയെന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് വലിയ പണിയൊന്നുമില്ലല്ലോ മീറ്റർ മാറാൻ. അപ്പോൾ ആ മീറ്റർ മാത്രം അത്യാവശ്യം ബോറായുള്ളൂ. പക്ഷേ അത് നമ്മൾ എന്തായാലും മാറ്റി കൊടുക്കും. അല്ലാണ്ട് വേറെ രീതിയിൽ ഇതിൻ്റെ ഗ്ലോ ബോക്സിൻ്റെ ലോക്ക് കാര്യങ്ങൾ മാറി. അതുപോലെ ആക്സിലേറ്റർ കേബിൾ, ചോക്ക് കേബിൾ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി മാറി കൊടുത്തു. അതായത് ഓടിക്കാനുള്ള കംഫർട്ട് കൂട്ടാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ആക്സിലേറ്റർ കേബിൾ ഇത്തിരി സ്റ്റക്കായാൽ മതി, വാഹനം നല്ല രീതിയിൽ അത് കാണിക്കും. അതായത് ചെറിയൊരു മൈന്യൂട്ട് ടൈറ്റ് മതി, വാഹനം ഇങ്ങനെ റൈസായി നിൽക്കണമല്ലൊക്കെ ഫീൽ ചെയ്യും. പിന്നെ 125cc ആയതുകൊണ്ട് ചില ടൈമിൽ നിന്നൊക്കെ കയ്യിൽ നിന്ന് പോണ പോലെയൊക്കെ ഒരു ഫീൽ എനിക്ക് നല്ല ചെയ്തുകൊണ്ട് ഞാൻ ആക്സിലേറ്റർ കേബിൾ എന്തായാലും ഒന്ന് മാറി കൊടുത്തു. അല്ലാണ്ട് വേറെ കാര്യമായിട്ട് ഈ ഭാഗത്തൊന്നും മാറിയില്ല. അതുപോലെ വെസ്പയുടെ ബാഡ്ജിങ് മാറി. നല്ലൊരു സീറ്റ് കവർ ചെയ്തിട്ടോ. അപ്പോൾ സീറ്റ് കവർ എന്തായാലും ചെയ്യാറുണ്ട്. ചെറിയ ചെറിയ മൈന്യൂട്ട് ഇതാണെന്നുണ്ടെങ്കിൽ സീറ്റ് കവർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് വൃത്തി അങ്ങ് കിട്ടുമല്ലോ. അപ്പോൾ സീറ്റ് കവറും അങ്ങ് മാറി കൊടുത്തു. പിന്നെ വേറെ ഈ ഭാഗത്ത് കാര്യമായിട്ട് ഒന്നും മാറിയിട്ടില്ല. പിന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ മൊത്തം സ്കിപ്പ് ചെയ്ത ടൈമിൽ ഇവിടുത്തെ ബാഡ്ജിങ്ങൊക്കെ നമ്മൾ ഒഴിവാക്കിയിരുന്നു. അപ്പോൾ പുതിയ ബാഡ്ജിങ് അതും ഫിക്സ് ചെയ്ത് കൊടുത്തു വെസ്പയുടെ. പിന്നെ ഇനി പുറകിൽ മാറിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറകിൽ നമ്മൾ ടൈലൈറ്റ് മാറിയിട്ടുണ്ട് കേട്ടോ. ഇൻഡിക്കേറ്റേഴ്സ് അല്ല, ടൈലൈറ്റ് മാത്രം. ടൈലൈറ്റ് അത്യാവശ്യം രീതിയിൽ ഫെയ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടൈലൈറ്റ് അങ്ങ് മാറിക്കൊടുത്തു. അല്ലാണ്ട് പുറകിൽ വേറെ ഒന്നും മാറി കൊടുത്തിട്ടില്ല. അപ്പോൾ പുറകത്തെ ലുക്കും കാര്യങ്ങളൊക്കെ ആ രീതിക്ക് ഓക്കെ. അപ്പോൾ പറഞ്ഞു തന്നെ വേറെ ഒന്നുമല്ല, ലൈറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് അതായത് ഫെയ്ഡ് ആയിട്ടുണ്ടെങ്കിൽ മാറാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്പർ പ്ലേറ്റും പുറകിൽ മാറിക്കൊടുത്തു. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എന്തൊക്കെ മാറിക്കൊടുത്തു, എങ്ങനെയൊക്കെ ചെയ്ത് മാത്രം പറഞ്ഞുള്ളൂ. കംപ്ലീറ്റ് റിവ്യൂ വേണമെന്നുള്ളവർ, അതായത് വെസ്പ എങ്ങനെയുള്ളൊരു വാഹനമാണെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇതിന് മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ ചിലർക്ക് അതിന് ന്യായീകരിക്കണം. ചിലർ വെസ്പ യൂസ് ചെയ്തവർക്കാരാണ് വെസ്പ അങ്ങനത്തെ ഒരു ബൈക്ക് സ്കൂട്ടറാണെന്ന്. അതായത് വെസ്പ അത്യാവശ്യം മെയിൻ്റനൻസ് കോസ്റ്റ് ഉണ്ടെങ്കിൽ പോലും നല്ല സ്കൂട്ടറൊക്കെ തന്നെയാണ്. പക്ഷേ അതിൻ്റേതായ വിഷയങ്ങളുണ്ട്, നല്ല ഭാഗങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ആ രീതിക്കുള്ളവർ ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കുക, സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഇതിൽ മാറിയ സാധനങ്ങൾ വേറെ ഒന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഫുള്ള് സ്കിപ്പ് ചെയ്ത് പെയിൻറ്റ് ചെയ്തൊന്നുള്ളൂ.
മൊത്തം നമ്മൾ A to Z അടിച്ചിട്ട് ആണ് പെയിൻറ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ വൃത്തി എന്തായാലും കാണും. നമ്മളൊരു സാധനം നിർത്തിയടിക്കുന്നതും നമ്മൾ എന്താ പറയുക, ഇപ്പോൾ മുകളിൽ മൊത്തം സ്കിപ്പ് ചെയ്തടിക്കുന്നത് രണ്ട് തരത്തിലാണ്. അപ്പോൾ ആ വൃത്തി ഇതിൽ കാണാനുണ്ട് വാഹനത്തിൽ. അപ്പോൾ അതുപോലെ കുറച്ച് സാധനങ്ങൾ മാത്രം നമ്മൾ ഇതിൽ വേണമെങ്കിൽ റീസ്റ്റോർ ചെയ്യാൻ ടൈമിൽ എടുത്ത ഓരോ ഫോട്ടോസ് ജസ്റ്റ് ഇതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രമാത്രം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്തൊരു സത്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ട ഒരു വാഹനമാണ് വെസ്പ. ചെറിയ കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ പോലും ഓടിക്കേണ്ട കാര്യത്തിൽ ഇതിപ്പോൾ നമ്മൾ മെക്കാനിക്കൽ വർക്കും കുറച്ചുകൂടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ക്ലച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ആക്കുക, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ പൊല്യൂഷൻ കിട്ടാത്ത പ്രശ്നം ഈ വാഹനത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതും ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ കാർബറേറ്റർ കാര്യങ്ങളൊക്കെ പക്ക ട്യൂണിങ് ആയപ്പോൾ ഓടിക്കേണ്ട കംഫർട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ ഹൈവേയിലൊന്നിപ്പോൾ ഞങ്ങളുടെ നമ്മുടെ NH66 ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ജസ്റ്റ് കാലിക്കറ്റ് റോഡിലൊന്ന് കയറി നോക്കിയപ്പോൾ 6 ലൈനൂടെ ഒന്ന് കൊടുത്ത് നോക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പവർ മനസ്സിലാവും. അതായത് ഈ സെഗ്മെൻറ്റിൽ നല്ല 2012 സ്കൂട്ടറാണ്. ഇത്ര ആയിട്ടും ഇതിൻ്റെ ഒരു പവറിൽ കാര്യങ്ങളൊന്നും കുറവില്ല. നല്ല ത്രോട്ടിൽ റെസ്പോൺസും കാര്യങ്ങളാണ്. പിന്നെ കംഫർട്ട്, ഈ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലെ സൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. റണ്ണിങ് ടൈമിൽ വാഹനം പക്കാ സ്മൂത്താണ്. അതേപോലെ കംഫർട്ടും വലിയ സീറ്റ് ആയതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കംഫർട്ടുണ്ട്. പിന്നെ ചിലർക്ക് പറ്റും ചിലർക്ക് പറ്റില്ല എന്ന് പറഞ്ഞ പോലെയാണ്. എനിക്കും ഓക്കെയാണ്, പക്ഷെ എല്ലാവർക്കും ഓക്കെ ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ പിയാജിയുടെ വെസ്പ മേടിക്കുന്നവരെന്തായാലും ക്രേസ് കൊണ്ടേ മേടിക്കുകയുള്ളൂ. എന്താ ചെയ്യലും മറ്റ് ഈ സെഗ്മെൻറ്റിൽ സ്കൂട്ടർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് മെയിൻ്റനൻസ് കോസ്റ്റും അതുപോലെ സ്പെയർ പാർട്സിൻ്റെ കോസ്റ്റും കുറച്ചൊന്ന് വെസ്പയ്ക്ക് കൂടുതലാണെന്ന് തന്നെ പറയാം. അതുകൊണ്ട് പലരും ഈ വാഹനം എടുക്കാറില്ല. പക്ഷേ എടുക്കുന്നവരാണെങ്കിൽ മര്യാദയ്ക്ക് കൊണ്ട് നടക്കാറുണ്ട്. അങ്ങനത്തെ ഒരു സ്കൂട്ടറാണ് വെസ്പ. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് മൊത്തം റീസ്റ്റോർ ചെയ്താണ്. അപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ റീസ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. സ്കൂട്ടർ ആയിക്കോട്ടെ കാർ ആയിക്കോട്ടെ ഏതാണെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ സ്പെയർ പാർട്സിൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നമ്മൾ വാഹനം ഉഷാറാക്കി തരുന്നതാണ്. പെയിൻറ്റിങ് ക്വാളിറ്റിയിലെ കാര്യങ്ങളൊന്നും നമ്മൾ കോംപ്രമൈസ് ഇല്ല. അപ്പോൾ അതൊക്കെ നമ്മൾ മാക്സിമം അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ചെയ്തുതരും. ഇതിപ്പോൾ നമ്മൾ കട്ടിംഗ് പോളിഷ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, ജസ്റ്റ് പെയിൻറ്റ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്ന് വാഹനം ഫീഡ് ആയിക്കോട്ടെ, എന്നിട്ട് കട്ടിംഗ് പോളിഷ് ചെയ്തിട്ടാണ്. ഇതിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ കട്ടിംഗ് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഉഷാറാവും വാഹനം. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നതാണ്. കുറച്ച് കഴിയട്ടെ എന്ന് വെച്ചിട്ടാണ്. ജസ്റ്റ് ഒന്ന് ചെറിയ മൈന്യൂട്ട് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഒന്ന് ആവാണ്ടാവും. അത് കഴിഞ്ഞിട്ട് കട്ടിംഗ് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം എന്തായാലും എന്താ പറയുക, ഇപ്പോൾ ചെറിയ മൈന്യൂട്ട് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ പോകുന്നു മാത്രമല്ല വാഹനം ഒന്നും കൂടി ഗ്ലേസിങ് കൂടും. അപ്പോൾ അതിനാണ് നമ്മളിപ്പോൾ തന്നെ ചാടിക്കയറി കട്ടിംഗ് പോളിഷ് ചെയ്യാത്തത്. സ്കൂട്ടറല്ലേ, നമ്മൾ കാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും കട്ടിംഗ് പോളിഷ് നമ്മൾ ആദ്യം തന്നെ ചെയ്യായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, വലിയ വലിച്ചു നീട്ടുന്നില്ല, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മളിത് റീസ്റ്റോർ ചെയ്തുകൊണ്ട് മാത്രമാണ് ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ രൂപം ആ വീഡിയോയിൽ ഉണ്ടായിരുന്നു, ഈ വാഹനം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കുക. അപ്പോൾ ഇപ്പോൾ മാറ്റങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഏത് രീതിക്കാണ് ഈ സ്കൂട്ടർ മാറിയിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയി കണ്ടുനോക്കുക, ആ അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ചോദിക്കാനോ സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ കേട്ടോ, റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.